ഇസ്രയേലുമായി ചേർന്ന് സൈനിക നീക്കം നടത്തിയാൽ പ്രത്യാഘാതം പ്രവചനാതീതമായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് റഷ്യയുടെ മുന്നറിയിപ്പ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇതിനിടെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി രംഗത്തെത്തി. ഇസ്രയേലിലെ 4 നഗരങ്ങളിൽ ഇറാൻ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. സൈനിക ഇടപെടലുണ്ടായാൽ പ്രവചനാതീതവും അപകടകരവുമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് വാഷിംഗ്ടണ് മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവയാണ് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിനൊപ്പം ചേർന്നേക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൂചനാ മുന്നറിയിപ്പിന് പിന്നാലെയാണ് റഷ്യയുടെ കടുത്ത നിലപാട്. ഇറാൻ ആണവ നിലയങ്ങൾക്കു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും റഷ്യ എതിർക്കുന്നു. ആണവ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ആക്രമണം UN ആണവ സുരക്ഷാ നിരീക്ഷണ സംഘം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകം അപകടത്തിൽ നിന്നും മില്ലിമീറ്ററുകൾ മാത്രം അകലെയാണ്. ആണവ വികിരണമുണ്ടായാലും അത് അവിടെ എത്തില്ലെന്ന് അമേരിക്ക കരുതുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലെന്നും റഷ്യ. ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിൽ റഷ്യൻ വിദഗ്ധർ പ്രവർത്തിക്കുന്നുണ്ട്. ആണവവ്യാപനം കുറയ്ക്കുന്നതിനുള്ള ഇടപെടലുകളാണ് റഷ്യ അവിടെ നടത്തുന്നതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നതായി റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രാഷ്ട്രീയ ചർച്ചകളിലൂടെ സമാധാനം സാധ്യമാക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ടെലിഫോണിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു റഷ്യയുടെ മുന്നറിയിപ്പ്. ഇസ്രയേലിലെ 4 നഗരങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈലാക്രമണത്തിന് പിന്നാലെ കടുത്ത ഭീഷണിയുമായി ഇസ്രയേലും രംഗത്തു വന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ വധിക്കുമെന്നും യുദ്ധലക്ഷ്യങ്ങളിൽ പ്രധാനം ഇതാണെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ഇറാനിലെ അരക് ഹെവി വാട്ടർ റിയാക്ടറിനു നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.